വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയുടെ പൊന്നു പൂങ്കാവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ ഭക്തജനത്തിൻ്റെയും മനസ്സിൽ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. നമ്മളുടെ ഒരു തെറ്റുകൊണ്ട് ഭഗവാന്റെ പൂങ്കാവനം ഒരിക്കലും അശുദ്ധമാവരുത് എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. സ്വാമി അത്ര പരിപാവനമായി കാത്തുകൊള്ളുന്ന ആ പൂങ്കാവനത്തിലേക്ക് നമ്മൾ ഓരോ നടയും നടന്ന് കയറുമ്പോൾ നമ്മുടെ കാലിൽ നിന്ന് ഒരു അശുദ്ധി പോലും, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അശുദ്ധി പോലും ഭഗവാന്റെ പരിപാവനമായ പൂങ്കാവനത്തിൽ വീഴരുത് എന്ന് ഓരോ ഭക്തജനവും അതിയായി ആഗ്രഹിക്കുന്നു. ഇതെപ്പോഴും നമ്മളുടെ മനസ്സിൽ വേണം. നമ്മൾ കെട്ട് നിറച്ച് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കെട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് പോലെയുള്ള അനാവശ്യ സാധനങ്ങൾ ഒരു കാരണവശാലും കയ്യിൽ കരുതരുത്. കാരണം അതൊന്നും ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ മഞ്ചമാതാവിന് തൂവാനായി ഇവിടുന്ന് കൊണ്ടുപോകുന്ന, കെട്ടിൽ നിറച്ച് കൊണ്ടുപോകുന്ന മഞ്ഞപ്പൊടിയായി ഉള്ള സാധനം കൊണ്ടുപോകരുത്. കെമിക്കൽ നിറഞ്ഞ മഞ്ഞപ്പൊടി കൊണ്ടുപോകരുത് എന്നാണ് അർത്ഥം. മഞ്ഞൾപ്പൊടി, ശുദ്ധമായി വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ട് എങ്കിൽ അത് മാത്രം കൊണ്ടുപോവുക. അതൊരു ഇലയിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോവുക. അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ശർക്കര അഥവാ വെല്ലം, അതും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചന്ദനത്തിരി, കർപ്പൂരം, ഇവയെല്ലാം ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അത് കൂടെല്ലാം പൊട്ടിച്ച് അതിനെ അല്ലാത്ത വിധത്തിൽ പേപ്പറിൽ പൊതിഞ്ഞ് എന്നിട്ട് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഇട്ട് പരിപാവനമായ പൂങ്കാവനം അശുദ്ധമാക്കാതിരിക്കുക. അതിനുവേണ്ടി ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. അതേപോലെ ഭക്തജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഒരു സാധനവും, നമ്മൾ പൂജാ സാധനമായി കൊണ്ടുപോകുന്ന ഒരു സാധനവും നമ്മൾ ബാക്കിയിടുന്ന നാളികേരം ഉൾപ്പെടെ, അവിടെ ഉടയ്ക്കുന്ന നാളികേരം ഉൾപ്പെടെ ഒരു കാരണവശാലും ക്ഷേത്രത്തിലേക്ക് ഒരു ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ളത് ഓരോ ഭക്തനും മനസ്സിലാക്കുക. ഒരു കാരണവശാലും അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. ഇവയെല്ലാം രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് നമ്മളിലേക്ക് തന്നെ വെളിച്ചെണ്ണയായിക്കൊണ്ടും ബാക്കിയുള്ള സാധനങ്ങളായിക്കൊണ്ടും പിന്നീടും അത് വിൽപ്പനയ്ക്കെത്തുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും അനാവശ്യമായ സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കുക. വേസ്റ്റ് തള്ളേണ്ട ഒരു സ്ഥലമല്ല പരിപാവനമായ പൂങ്കാവനം. സന്നിധാനവും ഏറ്റവും ക്ലീനായിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനാവശ്യ വസ്തുക്കളും അവിടെ ഇട്ടില്ല എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി ഭഗവാനോട് പൊന്ന് 18-ാം പടി കണ്ട് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ പടിക്കൽ നിന്ന് നമ്മളുടെ മനസ്സിൽ തൊട്ട് നമ്മൾ പറയുന്നു, അങ്ങയുടെ പരിപാവനമായ ഈ പൂങ്കാവനവും ഈ സന്നിധാനവും ഈ ഒരു ഭക്തൻ്റെ തെറ്റുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ അശുദ്ധമാക്കിയിട്ടില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഓരോ സ്വാമി ഭക്തനും മലയിറങ്ങി വരിക. സ്വാമിയേ ശരണമയ്യപ്പ.